സർ, ടീം UDFിൻ്റെ നേതൃത്വത്തിൽ ടീം BDS സർക്കാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് 1000 നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് M. വിൻസെൻ്റ് അവതരിപ്പിച്ച ഉപക്ഷേപത്തെ അനുകൂലിക്കുകയാണ് സാർ. സാർ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച ഇന്നര ഗ്യാരണ്ടിയെക്കുറിച്ച് എല്ലാ ക്യാമ്പസുകളിലും വലിയ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. സാർ, എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വരികയും അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ വ്യക്തമായ നിലപാടുകളോടുകൂടി ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രഖ്യാപനത്തിൻ്റെ ഫലം കണ്ടു തുടങ്ങി. അത് നടപ്പാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന അത് പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3000 രൂപ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി VDSനെ അഭിനന്ദിക്കുകയാണ്. സർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരും സാഹിത്യകാരന്മാരും ഇവിടുത്തെ മറ്റ് കേരളത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഇന്ന് വലിയ ആശയങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. സർ, ആ കാഴ്ചപ്പാടുകൾക്കൊത്ത് പാവങ്ങളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് പൊതുജനങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ ഒട്ടാകെയുള്ളത്. സാർ, ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം, ഈ ഇരിക്കുന്ന 140 ജനപ്രതികൾക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പൂർവികർ സമ്പാദിച്ചു വെച്ച സ്വത്താണ് സാർ. ഈ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തൊരു കാഴ്ചപ്പാടോടുകൂടി സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അവിടെ ജാതിയുടെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ പരസ്പര യുദ്ധങ്ങൾ കുറിക്കുന്നതല്ല ഒരു ഭരണ സംവിധാനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് BDS സർക്കാർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. സാർ, നമ്മുടെ കൊച്ചു കേരളത്തിലെ കർഷകരുടെ സ്ഥിതി ഇവിടെ M. വിൻസെൻ്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അപ്പുറത്തിൽ ഞങ്ങൾ പലതവണ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഇന്ന് ജപ്തി നടപടികൾ നേരിടുന്ന കർഷകർ, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് കഴിക്കാൻ കഴിയാത്ത കർഷകർ, ആ കർഷകർക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ജില്ലാടിസ്ഥാനത്തിൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് പലവട്ടം ഞങ്ങൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. ഇന്നും ഒരു നിലപാട് കർഷകർക്ക് വേണ്ടി സ്വീകരിക്കാത്ത ഒരു ഗവൺമെൻറ്റായിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളത്തിലുണ്ടായത്. സാർ, BDS സർക്കാരിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, കർഷകർക്ക് പ്രതീക്ഷയുണ്ട്. കർഷകരെ ആത്മഹത്യയിൽ നിന്നും സംരക്ഷിക്കാൻ UDF സർക്കാർ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണെന്ന് നമ്മളെ സംബന്ധിച്ചുള്ളത്. കർഷക തൊഴിലാളികൾ, തൊഴിലില്ലാത്ത നിരവധി തൊഴിലാളികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോലും വർദ്ധിപ്പിക്കാൻ കഴിയാത്തൊരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 5 വർഷമുള്ളതെങ്കിൽ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആദ്യ ഫലമായിട്ടാണ് 3000 രൂപ പെൻഷൻ അതിന് കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച സാർ, ഞാൻ ഓർക്കുന്നു, നമ്മുടെ വീടാന്തരം കയറി നമ്മളെ പരിചരിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, നമ്മുടെ അഭിപ്രായങ്ങൾ തേടുന്ന ആശാവർക്കർമാർ സാർ, എത്ര ദിവസങ്ങളായി അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അവർ സമരമിരുന്നു. ഒരു ദിവസമെങ്കിലും അതായത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അവരെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് അവർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് UDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവർക്ക് 3000 രൂപ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുക. സർ,
കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാർ സാർ ഇന്ന് വലിയ പ്രയാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഭൂമിയില്ലാത്തവർ, ഭവനമില്ലാത്തവർ, സാർ ഒരു വീട്ടിലെ 3, 4, 5 കുടുംബങ്ങൾ താമസിക്കുക, അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച്. സാർ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വനാവകാശ നിയമം പോലും കൃത്യമായി നടപ്പാക്കാൻ കഴിയാതെ കഴിഞ്ഞ 10 വർഷം പട്ടികജാതി പട്ടികവർഗക്കാരെ അവഗണിച്ചു. ഈ കേരളത്തിലൊരു ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ കഴിയും. ഇന്ന് UDF സർക്കാർ ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷത്തോടു കൂടി ഞാൻ കാണുന്നത്. മാത്രമല്ല സാർ, ഇന്ന് പല വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. വിവിധ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഉപരിപഠനങ്ങളിൽ പോയ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾ അവരുടെ ഹോസ്റ്റൽ ഫീ, അവരുടെ മെസ് ഫീ അവരുടെ ഗ്രാൻഡ് സമയബന്ധിതമായി കൊടുക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കുട്ടികൾ പഠനം നിർത്തി ആ കോളേജിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അവരോട് പട്ടികജാതി പട്ടികവർഗക്കാരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അനാസ്ഥയാണ് കഴിഞ്ഞ 5 വർഷം 10 വർഷക്കാലം ഉണ്ടായിട്ടുള്ളത്. സർ, നമ്മുടെ സംസ്ഥാനത്ത് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം, ആരോഗ്യ മേഖലകൾ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി വാചാലമായി പ്രസംഗിക്കുമായിരുന്നു ഈ സഭയിൽ, വാചാലമായി രാഷ്ട്രീയം പറയുമായിരുന്നു ഈ സഭയിൽ. ഫലപ്രദമായിട്ടുണ്ടോ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ? സർ, വയനാട് ജില്ലയിൽ ഞാൻ ഓർക്കുന്നു 2011 ഞാനിവിടെ കന്നി അംഗമായി വന്ന 2012 ബഡ്ജറ്റിൽ യശസ്വരീനായ പ്രിയപ്പെട്ട മാണി സാർ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജ്, 4 ചുരത്തിൻ്റെ മേലെ സാർ വയനാട്. ആ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി യശസ്വരീനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ദിവസങ്ങളോളം, ഞാൻ ഓർക്കുന്നു 18ഓളം യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് ആ യോഗത്തിൽ വെച്ചാണ് 50 ഏക്കർ ഭൂമി കണ്ടെത്തിയത്. സാർ, LDF ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നു. ആ ഭൂമിയിലേക്കുള്ള റോഡ് 3 കോടി രൂപ മുടക്കി റോഡ് വെട്ടി. പക്ഷേ പിന്നീട് ആ ഭൂമി ഒഴിവാക്കുകയാണ് ചെയ്ത്. 50 ഏക്കർ ഭൂമി ഇപ്പോഴും കിടക്കുക. മാനന്തവാടി ജില്ലാ ആസ്പത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ച്. എന്താ സാർ അവിടെ ഉള്ളത്? വയനാട്ടുകാരായ ജനങ്ങളുടെ, രോഗികളുടെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആ മെഡിക്കൽ കോളേജിന് ഒരു പുതിയ രൂപവും ഭാവവും നൽകാൻ 10 വർഷമായിട്ട് LDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്താണ്? അവിടെ കാണുന്നത് ഒരു ദിവസം ജില്ലാ ആസ്പത്രിയുടെ ഡോക്ടർമാർ OP-യിൽ, പിറ്റേ ദിവസം അതേ ചെയറിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. അവർ പരസ്പര യുദ്ധമാണ്. ഒരു നിലപാട് പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സാറ്, മറ്റൊരു കാര്യം പറയട്ടെ, കണക്ടിവിറ്റിയുടെ കാര്യം ഇവിടെ പ്രമേയ അവതാരകൻ പറഞ്ഞു. സാർ, നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ, സാർ, നിലമ്പൂരിൽ നിന്നും നഞ്ചങ്കോടേക്ക് വയനാടിനെ ടച്ച് ചെയ്ത് പോകുന്ന റെയിൽവേ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ആശയമായിരുന്നു, കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. സാർ, ആ റെയിൽവേ ഈ ശ്രീധരൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ എഞ്ചിനീയർ പേപ്പർ സർവേ നടത്തി ഫീസിബിൾ സർട്ടിഫിക്കറ്റ് നൽകി ഗവൺമെന്റ് DPR തയ്യാറാക്കുന്നതിന് വേണ്ടി 8 കോടി രൂപ ബഡ്ജറ്റിൽ വെച്ചു. സാർ, ആ തുക പോലും കൊടുക്കാതെ മാത്രമല്ല, ഞാൻ ഓർക്കുന്നു അന്ന് കൽപ്പറ്റ MLA CK ശശിധരൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന് ഈ ശ്രീധരന് പണം കൈമാറും. സാറേ, അദ്ദേഹം പറഞ്ഞ സത്യമാണ്. രാവിലെ ഓർഡർ ഇറങ്ങി 2 കോടി ഇൻസ്റ്റാൾമെന്റ് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ, TMRCയുടെ അക്കൗണ്ടിലേക്ക് ഓർഡർ ഇറങ്ങി. രാവിലെ 10 മണിക്ക് ഓർഡർ ഇറങ്ങുന്നു, 2 മണിക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു. ഇതിനെന്താ സാർ ചെയ്തത്? 7 തവണ ബ്രിട്ടീഷുകാർ സർവേ നടത്തിയ തലശ്ശേരി മൈസൂർ റോഡ് റെയിൽവേ പ്രോത്സാഹിപ്പിച്ചു. സാർ, അവിടെയും വരട്ടെ, കുഴപ്പമില്ല. തലശ്ശേരിയിൽ നിന്ന് മൈസൂരേക്കും
നിലമ്പൂരിൽ നിന്ന് നഞ്ചങ്കോടേക്കും ഒരു പാത ഒഴിവാക്കിയിട്ട് മറ്റൊരു പാതയ്ക്ക് സാർ യാഥാർത്ഥ്യമായോ? സാർ 8 കോടി രൂപയാണ് അന്ന് സർവേക്ക് വേണ്ടി പറഞ്ഞത് DPR തയ്യാറാക്കാൻ. സാർ ഒരു ഹെലികോപ്റ്റർ സർവേ നടത്തിയല്ലോ, അതിൻ്റെ കണക്ക് പറഞ്ഞില്ലല്ലോ. എത്ര കോടിയാ? 16 കോടി ഹെലികോപ്റ്റർ സർവേ നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേക്ക്, തലശ്ശേരി മൈസൂർ റെയിൽവേക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞോ സാർ? സാർ ആ പദ്ധതി അടക്കം UDF സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കണക്ടിവിറ്റി വേണം സാർ. നമ്മുടെ വിദ്യാർത്ഥികളേറെ യാത്ര ചെയ്യുന്നു. ഇവിടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടണം, കർഷകർ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ സാർ. ഇവിടെ സൂചിപ്പിച്ചല്ലോ സാർ, കഴിഞ്ഞ ഗവൺമെൻറ് അനുവദിച്ച പദ്ധതികൾ ഇന്ന് പാതി വഴിയില്ല. കരാറുകാർ മുഴുവനും വർക്ക് നിർത്തിവെച്ചു. റോഡുകളൊക്കെ ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുക. കെട്ടിടങ്ങൾ പണിയാൻ കഴിയുന്നില്ല. കരാറുകാരൊക്കെ പാതി വഴിയിൽ ഒഴിവാക്കി പോവുകയാണ്. എനിക്ക് UDF ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇത്തരം പ്രവൃത്തികൾ കൃത്യമായി പരിശോധിച്ച് എന്തുകൊണ്ടാണ് അവർ നിർത്തിപ്പോയത്, വീണ്ടും അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാഷ്ട്രീയമായിട്ട് കാണാതെ എല്ലാവരും യോജിച്ച നിലപാടുകളോട് സ്വീകരിച്ച് ഈ കേരളത്തിൻ്റെ പൈതൃകമായ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രമേയത്തിനെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സാർ.